ഹലോ ഡിയേഴ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കപ്പ് കോഫി കുടിച്ചിട്ടോ. ഇതെനിക്ക് ടിൻഡിച്ചേട്ടൻ മേടിച്ചെന്ന കപ്പാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫേസ് വാഷ് എടുത്തു കേട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ പാക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്നെ ഒരുപാട് ഡ്രൈ ആക്കില്ല. നല്ലൊരു ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് നേരെ ഞാൻ കുറച്ച് പോൺസിൻ്റെ മോയ്സ്ചറൈസറിങ് ക്രീം എടുത്തു കേട്ടോ. എൻ്റെ ഇത് കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്, പക്ഷെ പോസ് ഉണ്ട് എങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തിട്ടു. എന്നിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യുകയാണ് കേട്ടോ. അത്യാവശ്യം എക്സസൈസും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് എനിക്ക് ഡബിൾ ചിന്ന് വരുന്നതായിട്ട് തോന്നുന്നില്ല ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഫേസിന് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പോൺസിൻ്റെ ക്രീം ഇട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഓയിലിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ക്രീം എടുത്തു. അതുപോലെ നമ്മുടെ ചിന്ന്, ചീക്ക്, നോസ്, ലിപ്പ്, നെക്കിൻ്റെ ഏരിയ, ഐസ്, ഐബോളിൻ്റെ ഏരിയ, നമ്മുടെ ഐബ്രോ, ഫോർഹെഡ്, ഇയറിൻ്റെ എല്ലായിടത്തും സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു തെളിച്ചം വരും കേട്ടോ. നല്ലൊരു സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇത്രയും നമ്മൾ പ്രഷർ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ രാത്രി ആയിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ഇന്ന് രാവിലെ ചെയ്യാൻ സമയം കിട്ടിയത്, അപ്പോൾ രാവിലെ ചെയ്തു. പിന്നെ ഈ ഒരു എക്സസൈസ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ച് വെക്കാറുണ്ട്, കാരണം കുറച്ച് കവിളൊന്നും ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നേരെ ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ആദ്യക്കുള്ള ലഞ്ചാണ് പനീർ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അവന് വെജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം ചെയ്തു. മാളൂനും വയ്യായികയാണ്, എനിക്കും വയ്യായികയാണ്. അപ്പോൾ പിന്നെ ആദ്യയുടെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവൻ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ എപ്പോഴും അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പിടിച്ചിരുത്തണം, ബാക്കി പ്രശ്നമൊന്നുമില്ല ആള്. പിന്നെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാം ഞാനും ടിൻഡിച്ചേട്ടനും ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്നില്ല ആള്. അങ്ങനെ എപ്പോഴും പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുടെ പരാതിയൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ പോയി കഴുകി. അപ്പോഴേ ഞാൻ ആലോചിച്ചു, ഞാൻ ശരിക്കും ഒരു ടീച്ചറാണ്. പിന്നെ ഞാൻ ഹോം ബേക്കിംഗ് ചെയ്യാറുണ്ട്, കേക്ക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കുക്കിംഗ് ചെയ്യും, ഞാൻ പറഞ്ഞില്ല കാറ്ററിംഗുള്ളത് അത് ചെയ്യും, പിക്കിൾസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എനിക്ക് പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ച് മടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ അതൊക്കെ ആലോചിച്ചാണ് ഈ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പോൾ വെള്ളം കുടിക്കൽ കുറവാണ്, എനിക്ക് ബോട്ടിൽ വെള്ളം കുടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.